ജാമ്യം ലഭിച്ചവർക്ക് ജാമ്യത്തുക കെട്ടിവയ്ക്കാനില്ലാത്തതിനാൽ അവരുമായി സംസാരിക്കാൻ ഒരു ദിവസം കൂടി ജയിലിൽ തങ്ങി. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച പ്രതികളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞ ചരിത്രം ഇന്ത്യ കണ്ടത് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിലായിരിക്കാം. എന്തായാലും പണി പാളുമെന്ന് തിരിച്ചറിഞ്ഞ ബോച്ചെ എല്ലാത്തിനും മാപ്പ് പറഞ്ഞ് നിയമസംവിധാനത്തെ ബഹുമാനിക്കുമെന്ന ഉറച്ച നിലപാട് മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ള ഹാജരായതിനെ തുടർന്ന് അടിയന്തര സാഹചര്യത്തിൽ ജാമ്യക്കേസ് പരിഗണിച്ച ഹൈക്കോടതി ഇന്നലെ വൈകിട്ട് 3:30-ക്ക് ശേഷം ജാമ്യം അനുവദിച്ചെങ്കിലും പുറത്തിറങ്ങാൻ തയ്യാറാകാത്ത ബോച്ചയ്ക്കെതിരെ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ വടിയെടുത്തതോടെ ഇന്ന് രാവിലെ 10-ഓടെ തിടുക്കപ്പെട്ട് പുറത്തിറങ്ങിയ ബോച്ചെ മാധ്യമപ്രവർത്തകരോട് പതിവ് ശൈലിയിൽ പ്രതികരിക്കാതെ മടങ്ങിയ ശേഷം ഉച്ചയ്ക്ക് 2 മണിക്കാണ് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയത്. കോടതിയെ കൂടുതൽ ചൊടിപ്പിച്ചത് ബോച്ചെ ഫാൻസ് എന്ന ഒരു സംഘം ജയിലിനു മുന്നിൽ നടത്തിയ പ്രകടനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പൊട്ടിക്കും ഹണി റോസിന്റെ ഹണി ട്രാപ്പാണിത്, എന്തായാലും പടക്കം പൊട്ടിക്കും സാറേ എന്നാണ് ബോബിക്ക് സ്വീകരണം നൽകാനെത്തിയ ആരാധകർ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ആളുകൾ എന്നവകാശപ്പെട്ടെത്തിയവരാണ് ജയിലിനു പുറത്ത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. ഇവരുടെ കയ്യിൽ നിന്നും പടക്കം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്നും ഇറങ്ങാത്ത നടപടിയെ ഹൈക്കോടതി ഇന്ന് രൂക്ഷമായി വിമർശിച്ചു. ഇതിന് തൊട്ടുമുമ്പാണ് മിന്നൽ വേഗതയിൽ നീക്കങ്ങൾ നടത്തിയ അഭിഭാഷകർ ബോബിയെ പുറത്തിറക്കിയത്. മാധ്യമശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാമെന്ന് കോടതിക്കറിയാം. നാടകം കളിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ പറയുകയുണ്ടായി. ബോബിയെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കോടതിക്ക് കഴിയും. കോടതിക്ക് മുകളിലാണെന്ന തോന്നലുണ്ടെങ്കിൽ അത് ശരിയല്ലെന്നും ഹൈക്കോടതി പറഞ്ഞുവെച്ചു. സഹതടവുകാർക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നാണ് ബോബിയുടെ വിശദീകരണം. ജയിലിൽ ജാമ്യത്തുക കെട്ടിവയ്ക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന കുറച്ചാളുകളുണ്ട്. അങ്ങനെ കുറച്ചാളുകൾ എന്നോട് വന്ന് സങ്കടം പറഞ്ഞു. പരിഹരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള സമയത്തിനു വേണ്ടി ഒരു ദിവസം കൂടി നിന്നതാണ്. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീടാണ് തെറ്റ് ഏറ്റുപറയുകയും ബോബി ഇനി വായ തുറക്കില്ലെന്നും കോടതിയെ അറിയിച്ചത്. അങ്ങനെ മാപ്പ് ബോച്ചയ്ക്ക് താൽക്കാലിക സമാധാനം ലഭിച്ചു.